ഇടുക്കി അടൂർമലയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടെ കാണാതായ സുമതി എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യം കൂടി ആണ് ഉള്ളത്. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. ഇങ്ങനെ സംസ്ഥാനത്ത് 4 മരണങ്ങൾ ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൂഞ്ഞാർ തീക്കോയി പയ്യാനിത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. ജോസഫിൻ ജോണിയാണ് മരിച്ചത്. ജോസഫിന്റെ അമ്മയെ കാണാതായിട്ടുണ്ട്. ഇവരുടെ വീട് പൂർണ്ണമായും ഈ പ്രദേശത്ത് നിന്ന് ഒലിച്ചുപോയി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2 മണിക്കൂർ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് പമ്പാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ഈ പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത്. റാന്നി ടൗണിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ടൗൺ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാണ് എന്നതാണ് സാഹചര്യം. മീനച്ചലാറിൽ ഒഴുക്ക് അതിശക്തമാണ്. പാലാ ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. കിഴതടിയൂരിൽ മുട്ടോളം വെള്ളമാണ് ഉള്ളത്. ഇടറോഡുകൾ എല്ലാം തന്നെ വെള്ളത്തിന് അടിയിലാണ്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലും വെള്ളം കയറിയ സാഹചര്യം ആണ് ഉള്ളത്. കോതമംഗലത്തേക്ക് വരുമ്പോൾ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ എല്ലാം തന്നെ വെള്ളം കയറിയ സാഹചര്യം ഉണ്ട്. അടിമാലിയിലും സ്ഥിതി അതിരൂക്ഷമാണ് എന്നതാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മധ്യ കേരളത്തിലാണ് 3 ജില്ലകളിൽ, പത്തനംതിട്ട, അതോടൊപ്പം തന്നെ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, ഇടുക്കിയിലും അടക്കം വ്യാപകമായ നാശനഷ്ടങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിനിടെ ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലിൽ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറി. കൊടുങ്ങൂർ മണിമല റോഡിലെ പനമ്മൂട്ടിൽ തോട് കരകവിഞ്ഞ് വെള്ളം കയറി. ഇതുവഴി വന്ന കാർ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. ഒഴുക്കിൽപ്പെട്ട കാറിനെ കയറിട്ട് കെട്ടിയാണ് കരയിലേക്ക് അടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാവുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിലും വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ മീനച്ചിൽ താലൂക്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ, MLA, RDO, തഹസിൽമാർ എന്നിവർ താലൂക്ക് ഓഫീസിൽ പ്രത്യേകമായി യോഗം ചേർന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അപ്രതീക്ഷിതമായ വെള്ളപ്പാച്ചിലിലും വെള്ളപ്പൊക്കത്തിലും പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടുവെന്നാണ് മാണി സി കാപ്പൻ MLA പറഞ്ഞത്. ഔചാരികമായി ഉണ്ടായ ഉരുൾപൊട്ടലും പല വെള്ളപ്പാച്ചിലും പാലയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. മലയോര മേഖലകളിൽ ആളുകൾ ജാഗ്രത പാലിക്കണം. ഓറഞ്ച് അലർട്ടിൽ നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ പേർക്ക് മാറി താമസിക്കാൻ കഴിഞ്ഞെങ്കിലും വളരെയേറെ പേർ ഇപ്പോഴും കാണാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ്. അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജനങ്ങളും ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ മേഖലകളിൽ അടിയന്തരമായ സേവനം ലഭ്യമാക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി മാണി സി കാപ്പൻ പറയുകയുണ്ടായി. ഇടുക്കി പശുപ്പാറയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്ന സാഹചര്യമുണ്ടാകുന്നു. ബാലന്റെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭയങ്കര സൗണ്ടായി. ഞാനും പിള്ളേരും അറിഞ്ഞില്ല. അച്ഛനും അമ്മയും ബാത്റൂമിൽ പോയിട്ട് അങ്ങാണ്ട് കയറി വന്നപ്പോഴേ സൗണ്ട് കേട്ടത്. അത് കഴിഞ്ഞ് ഭയങ്കര ഒച്ചയായി. പിന്നെ അതിൻ്റെ അച്ഛൻ ഞങ്ങളെ വന്ന് വിളിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ അന്ന് ജസ്റ്റ് ഇത്രയും ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഫുള്ള് റൂമിലെല്ലാം ഫുള്ള് വെള്ളമായി. മൊത്തത്തിൽ ഒരിതായി. അത്ര മൊത്തത്തിൽ പൊറോശെല്ലാം നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏരിയ മുഴുവൻ ഗ്ലാസ് എല്ലാം പൊട്ടി. ഇടുക്കി പേരുമേട് പാഞ്ചാലിമേട്ടിൽ റിസോർട്ടിന്റെ മതിലിടിഞ്ഞു. മതിലിന് സമീപം നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ തകർന്നു. മഴ തുടരുകയാണെങ്കിൽ അപകടകരമായ മേഖലകളിൽ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് ഇടുക്കി MLA റോയ് കെ പൗലോസ് പറഞ്ഞത്. അടിയന്തരമായി ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന ആളുകൾക്ക് മാറി താമസിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിലായി. എത്ര കുടുംബങ്ങളാണ് ഈ മേഖലയിൽ അങ്ങനെ?
വീടുകളുടെ എണ്ണം കുറവാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു 10-20 വീടുകൾ കൂടുതലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര വീടുകളുണ്ടെങ്കിലും മാറേണ്ട സാഹചര്യത്തിൽ എത്ര വീടുകളുണ്ടെങ്കിലും ഒരു മാറി താമസിക്കാനുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ JCB ഉൾപ്പെടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി. സ്വാഭാവികമായിട്ടും JCB വന്നപ്പോഴേക്കും തന്നെ 7 മണി, ഞങ്ങളൊക്കെ 5 മണിക്ക് വെളുപ്പിന് വന്നതാണ്. പക്ഷേ 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്തിയത്. കാരണം അറിയാമല്ലോ, വഴി ദുഷ്കരമായ വഴിയാണ്, കടന്നു വരാൻ പാടുണ്ട്. എന്നാലും എന്തായാലും അത് രക്ഷാപ്രവർത്തനം തുടങ്ങി അരമണിക്കൂറിനകം തന്നെ നമുക്ക് ബോഡി കിട്ടിയെന്നുള്ള വലിയ ഭാഗ്യമാണ്. കാരണം 2 സംഘമായിട്ട് നിന്നാണ് പ്രവർത്തനം തുടങ്ങിയത്. ഒന്ന് ദുരന്തമുണ്ടായ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത്, ഒന്ന് താഴെയുമാണ്. താഴെയും തന്നെ പെട്ടെന്ന് കിട്ടാനും സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആശുപത്രിയിലാണ്. ഭർത്താവ് ദേവി ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, മോഹൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കോട്ടയത്തും ഇടുക്കിയിലുമായി 4 പേരെ കാണാതായ കാര്യം ആയിരുന്നു മന്ത്രി സൂചിപ്പിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വലിയ തോതിൽ വലിയ അളവിൽ ആണ് മഴ പെയ്തത്. അതാണ് ഇത്തരം നാശനഷ്ടങ്ങൾക്ക് കാരണമെന്നും മന്ത്രി പറയുകയുണ്ടായി. രാത്രി 2-നും 3-നും ഇടയിലാണ് എല്ലായിടത്തും തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതുകൂടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണമായി വന്നത്. എല്ലാ മേഖലകളിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. 5 ദിവസം തുടർച്ചയായി കേരളത്തിൽ മഴയുണ്ടാകും എന്ന കേന്ദ്ര മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു എന്നുകൂടിയാണ് AP അനിൽകുമാർ വ്യക്തമാക്കിയത്. മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടിൽ കനത്ത മഴയാണ് തുടരുന്നത്. മലപ്പുറത്ത് വടക്കേ മണ്ണയിൽ കോഡൂർ ചോലയ്ക്കൽ വീടിന്റെ മുകൾ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. മഞ്ചേരി കാവന്നൂരിൽ അംഗൻവാടിയുടെ മതിൽ ഇടിഞ്ഞ് തൊട്ടടുത്തുള്ള വീടിന് മുകളിലേക്ക് പതിച്ചു. അംഗനവാടിയും അപകടാവസ്ഥയിൽ ആണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണാർക്കാട് അരകുർശി തോട് നിറഞ്ഞു കവിഞ്ഞാണ് ഇപ്പോൾ ഒഴുകുന്നത്. തോട് റോഡിലേക്ക് കയറി കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇതോടെ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം ആണ് ഉള്ളത്. അതിനിടെ അച്ചൻകോവിലിൽ വീടിനോട് ചേർന്ന വലിയ മതിൽ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി. കോക്കാട് വീടിന് മുകളിലേക്ക് തേക്ക് മരം മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വൻ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത്. ഇവിടെ മധ്യ കേരളത്തിൽ മാത്രമല്ല, കോഴിക്കോടേക്ക് എത്തുമ്പോൾ കോഴിക്കോട് ചാലിയം ഭാഗത്ത് കനത്ത കാറ്റിലും തിരയിലും പെട്ട അപകടത്തിലായ മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷപ്പെടുത്തി എന്നത് ഇതിനിടയിലും ആശ്വാസമേകുന്ന വാർത്തയാണ്. ബേപ്പൂരിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരുന്ന ബോട്ട് അതിശക്തമായ കാറ്റിൽപ്പെടുകയും അങ്ങനെ കാറ്റിൽ പെട്ടുകൊണ്ട് ഇതിന്റെ ദിശ തെറ്റി ചാലിയം ഭാഗത്തേക്ക് വരികയുമായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 17 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പെരുവന്താനത്ത് പുല്ലൂപ്പാറയ്ക്ക് സമീപം വൻ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇതിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ഭീമൻ പാറകളും മണ്ണും റോഡിൽ പതിച്ചതിനാൽ ഗതാഗത തടസ്സം നേരിടുകയാണ്. ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞ് പല ഭാഗങ്ങളിലും പലയിടത്തും അപകടമുണ്ടായിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ മലാങ്കുന്ന് പുല്ലിപ്പൊയിലിൽ അബ്സത്തിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഇത്തരത്തിൽ ഇടിഞ്ഞു വീണു. ഈ വീടിന് തൊട്ടുപിറകിൽ താമസിക്കുന്ന ഷാഹിനയുടെ വീടിന് മുകളിലേക്ക് ആണ് ഇത് ഇടിഞ്ഞു വീണത്. രാവിലെ 9:30 ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. വടക്കൻ കേരളത്തിലും വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 8 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ് ഉള്ളത്. 9 ജില്ലകളിൽ ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.